കുറേ ദിവസങ്ങളായി വീഡിയോസൊന്നും ഇടാതിരുന്നത് എക്സാം ആയതുകൊണ്ടാണ്. ഇനി ഒരു എക്സാം കൂടെ കഴിയാൻ ബാക്കിയുണ്ട്. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ടൗണിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങി. ഷോർട്സ് അല്ലാതെ ലോങ് വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമില്ല. ഇതുവരെ വീഡിയോസൊന്നും എടുത്തിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം ഇന്നത്തെ വീഡിയോയിൽ പല പല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന്. എല്ലാവരും ദയവ് ചെയ്തൊന്ന് ക്ഷമിക്കുക. ഇനി വരുന്ന വീഡിയോസിൽ ഇതിലും നല്ല രീതിയിൽ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി നല്ല വീഡിയോസുമായി വരാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. ഇപ്പം ഞാനീ പോകുന്നത് കുറച്ച് മരുന്നുകൾ വാങ്ങാൻ വേണ്ടി സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ്. കൂത്തുപറമ്പ് സ്റ്റാൻഡിൻ്റെ ഉൾവശവും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് ഇപ്പോൾ ഈ കാണുന്നത്. സീബ്ര ക്രോസിങ്ങിലൂടെ ഈ റോഡ് മുറിച്ച് കടന്ന് ഞാൻ ഇപ്പോൾ ഈ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ ഷോപ്പിലേക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയാണ്. മെഡിക്കൽ ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മരുന്ന് വാങ്ങിയതിന് ശേഷം സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തിരിച്ചു വന്നു. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹിച്ച സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ സ്ഥലം. കൂത്തുപറമ്പ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായി തന്നെയുള്ള സ്തൂപമാണിത്. പണ്ടൊരിക്കലൊരു മന്ത്രി കൂത്തുപറമ്പിൽ വന്നപ്പോൾ അയാൾക്കെതിരായി കുറച്ച് പാർട്ടിക്കാർ കരിങ്കൊടി കാണിക്കാൻ ചെന്നപ്പോൾ അവർക്കെതിരെ വെടിയുതിർക്കാൻ വേണ്ടി പോലീസുകാരോട് മന്ത്രി ഉത്തരവിട്ടു. ആ വെടിവയ്പ്പിൽ അവരൊക്കെ മരിച്ചു വീണു. ആ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്തൂപം ഇവിടെ അന്ന് സ്ഥാപിച്ചത്. വൈകുന്നേരങ്ങളിലും അല്ലാത്ത പല സമയങ്ങളിലും പല ആൾക്കാരും ഇവിടെ വന്ന് സമയം ചെലവഴിക്കാറുണ്ട്. കൂത്തുപറമ്പ് എന്ന സ്ഥലം പ്രസിദ്ധമായത് ഈ കാരണം കൊണ്ടും കൂടിയാണ്. കുറേ സമയം അവിടെ നിന്ന് കാഴ്ചകളും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ പോയത് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു സ്ഥലത്തേക്കാണ്. പാർക്കിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കൂടെയുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഗ്രൗണ്ടാണ് കൂത്തുപറമ്പ് പോലീസ് മൈതാനി. മൈതാനത്തിൻ്റെ അടുത്ത് തന്നെ സ്റ്റാൻഡിനോടടുത്തായി ചെറിയൊരു സബ് ജയിൽ കൂടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് കുട്ടികൾ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിലേക്ക് എത്തി. പാർക്കിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടി പാർക്കിൽ തന്നെ ചെറിയൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് കിട്ടാൻ സ്റ്റാൻഡിലേക്കാണ് ഈ പോകുന്നത്. സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി തന്നെ സ്റ്റാൻഡിൻ്റെ തൊട്ട് പുറകിലായാണ് KSEB ഓഫീസും ഉള്ളത്. ഈ കാണുന്നതാണ് KSEB ഓഫീസ്. അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഇനി ബസ് വെക്കുന്ന ട്രാക്കിലേക്ക് പോയി ബസ്സിലേക്ക് കയറണം. കുറച്ച് സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ബസ് വന്നു. ബസ്സിൽ കയറി ഇനി നേരെ നാട്ടിലേക്ക്. അങ്ങനെ നാട്ടിലെത്തി ബസ്സിൽ നിന്നും ഇറങ്ങി. ഈ കാണുന്നതാണ് എൻ്റെ നാട്. ഇപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് അടിക്കാനും ചാനൽ സബ് ചെയ്യാനും മറക്കല്ലേ.